നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സ്തുതിക്കാനോ നിന്ദിക്കാനോ വേണ്ടിയിട്ടല്ല. പകരം എൻ്റെയും നിങ്ങളുടെയും അടുക്കളയിലെ ബജറ്റിനെ ബാധിക്കുന്ന, നമ്മുടെ പോക്കറ്റിലെ പണത്തിൻ്റെ മൂല്യത്തെ ബാധിക്കുന്ന ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം സംസാരിക്കുന്നത് എന്ന് പലർക്കും തോന്നാം. കാരണം നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അത്ര സുഖകരമായ ഒരു സാഹചര്യത്തിലൂടെ അല്ല. രാജ്യം ഒരു സാമ്പത്തിക ഭൂകമ്പത്തിൻ്റെ വക്കിലാണെന്ന് സാമ്പത്തിക വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. പകരം വർഗീയതയും അനാവശ്യ വിവാദങ്ങളും ആഘോഷിക്കുകയാണ്. ഒരു വശത്ത് രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിടുകയാണ്. മറുവശത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ആകാശത്തോളം ഉയരുന്നു. സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ആശങ്കയുമില്ലാത്ത അവസ്ഥ. അക്ഷയ് ദിൻ എന്ന് കേട്ട് മോഹിച്ച നമ്മൾ ഇന്ന് കഞ്ഞികുടി മുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ മിണ്ടാതിരിക്കുന്നത് കുറ്റകരമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വശത്ത് ഇന്ധനവില വർധനവ്, മറുവശത്ത് ഗ്യാസ് സിലിണ്ടറിനായുള്ള നീണ്ട കാത്തിരിപ്പ്. ഇതൊക്കെ കേവലം യുദ്ധം കൊണ്ടോ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ കൊണ്ടോ മാത്രം സംഭവിക്കുന്നതാണോ? അതോ നമ്മൾ വിശ്വസിച്ച ഭരണകൂടം നമ്മളെ ചതിക്കുകയാണോ? ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഇത് കേവലം രാഷ്ട്രീയമല്ല, ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ പോരാട്ടമാണ്. നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കൂ. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുൻപ് ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു? 100 ദിവസത്തിനുള്ളിൽ വിദേശത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവരുമെന്നും ഓരോ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം ഇടുമെന്നും അന്ന് പ്രസംഗിച്ചു. ഇന്ന് 12 വർഷം കഴിയാറായി. ആ 15 ലക്ഷം പോട്ടെ, 15 പൈസയെങ്കിലും ആരുടെയെങ്കിലും അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? അതേപോലെ ഓരോ വർഷവും 2 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ 45 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ബഹുത് ഹുയി മെഹങ്കായി കി മാർ അബ് കി ബാർ മോദി സർക്കാർ എന്നായിരുന്നു അന്നത്തെ പ്രധാന മുദ്രാവാക്യം. അന്ന് 400 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറിന് വേണ്ടി റോഡിലിറങ്ങി പ്രതിഷേധിച്ച സ്മൃതി ഇറാനിയെ പോലുള്ളവർ ഇന്ന് എവിടെയാണ്? ഇന്ന് ആ സിലിണ്ടറിന് 1000 രൂപ കടന്നിരിക്കുന്നു. അത് കിട്ടാൻ 45 ദിവസം കാത്തിരിക്കുകയും വേണം. അന്ന് രൂപയുടെ മൂല്യം 60 ആയപ്പോൾ പ്രധാനമന്ത്രിയുടെ അന്തസ്സിനെ കുറിച്ച് സംസാരിച്ച മോദിജി ഇന്ന് രൂപ 95-ലെത്തിയപ്പോൾ തൻ്റെ അന്തസ്സ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഇപ്പോൾ രൂപയുടെ മൂല്യം 95 കടന്നിരിക്കുന്നു. പണ്ട് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ രൂപ 60 എത്തിയപ്പോൾ തെരുവിലിറങ്ങി നാടകം കളിച്ച BJP നേതാക്കൾ ഇന്ന് എവിടെയാണ്? അന്ന് രൂപയുടെ മൂല്യം കുറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ അന്തസ്സാണ് വീഴുന്നതെന്ന് പ്രസംഗിച്ച നരേന്ദ്രമോദിക്ക് ഇന്ന് എന്താണ് പറയാനുള്ളത്? ഇന്ന് അന്തസ്സ് പാതാളം വരെ താഴ്ന്നു പോയിട്ടും പ്രധാനമന്ത്രി മൗനത്തിലാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ BJPയുടെ IT സെല്ല് കോടികളാണ് ചെലവാക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന സത്യങ്ങൾ അത്രമേൽ സർക്കാരിനെ പൊള്ളിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 2020 കോവിഡ് നമ്മുടെ വാതിലിൽ എത്തുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇന്ത്യയിലേക്ക് ഒരു സുനാമി വരുന്നുണ്ടെന്ന്. സർക്കാർ തയ്യാറെടുക്കണം. അന്ന് അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിച്ചവർ പിന്നീട് ശ്മശാനങ്ങളിൽ ക്യൂ നിൽക്കുന്ന ജനങ്ങളെ നോക്കി കൈമലർത്തുകയായിരുന്നു. തുഗ്ലക്കിന്റെ പരിഷ്കാരം പോലെ നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ ഇത് രാജ്യത്തെ ദരിദ്രമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ന് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് നോക്കൂ, ചെറുകിട വ്യാപാരികളുടെ തകർച്ച നോക്കൂ. രാഹുൽ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. അതിർത്തിയിൽ ചൈന നമ്മുടെ മണ്ണ് കൈയേറുന്നു എന്ന് അദ്ദേഹം അന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആരും വന്നില്ല എന്ന പച്ചക്കള്ളമാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞത്. ഇപ്പോൾ ഇതാ ഇറാൻ ഇസ്രയേൽ യുദ്ധം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും ഇന്ധനവില നിയന്ത്രണാതീതമാകും ും അദ്ദേഹം മുൻകൂട്ടി കണ്ടു. ഇന്ന് ഗ്യാസ് സിലിണ്ടറിന് വേണ്ടി നമ്മൾ മാസങ്ങൾ കാത്തിരിക്കണം. സിലിണ്ടർ വില 1000-ന് മുകളിൽ പോയി. ഇതിനെല്ലാം അദ്ദേഹം മാസങ്ങൾക്ക് മുൻപേ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്താണ് സർക്കാരിൻ്റെ മറുപടി? ജനങ്ങളോട് പട്ടിണി കിടക്കാൻ പറയുന്നു, വിദേശ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നു, സ്വർണം വാങ്ങരുത് എന്ന് ഉപദേശിക്കുന്നു. സാധാരണക്കാരൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. മോദിക്ക് ഇസ്രയേൽ ഫാദർ
മദർലാൻഡ് ആയിരിക്കാം, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലായിരിക്കാം അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ നമുക്ക് ഇത് മദർലാൻഡാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്ന ഈ നയം മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. 56 ഇഞ്ച് നെഞ്ചളവ് കൊണ്ട് മാത്രം വിശക്കുന്ന വയറിന്റെ വിളി കേൾക്കാൻ കഴിയില്ല. അതിന് ജനങ്ങളോട് സ്നേഹവും സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ബോധ്യവും വേണം. നമ്മൾ ഇന്ന് കാണുന്ന ഈ നിശബ്ദത വളരെ അപകടകരമാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം സത്യങ്ങൾ വിളിച്ചു പറയുന്നവരുടെ റീച്ച് കുറയ്ക്കാനും ശബ്ദം അടിച്ചമർത്താനും വലിയ നീക്കങ്ങളാണ് നടക്കുന്നത്. മാധ്യമങ്ങൾ ഇന്ന് സർക്കാരിൻ്റെ കുഴലൂത്തുകാരായി മാറിയിരിക്കുന്നു. പക്ഷേ സംഖ്യകൾ എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അടുക്കളയിൽ തീ പുകയാത്ത സാധാരണക്കാരന് സത്യം എന്താണെന്നറിയാം. BJP-കാരനായാലും കോൺഗ്രസ്സുകാരനായാലും ഈ സാമ്പത്തിക തകർച്ചയുടെ ദുരിതം ഒരുപോലെ അനുഭവിക്കണം. രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരൻ്റെയും ചോദ്യങ്ങളായി മാറുകയാണ്. അദ്ദേഹം ഓരോ തവണയും മുന്നറിയിപ്പ് നൽകുന്നത് നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത് എന്നത് വലിയൊരു ദുരന്തം തന്നെയാണ്. നമ്മൾ വോട്ട് ചെയ്തത് നമ്മുടെ ജീവിതം നന്നാക്കാനാണ്, അല്ലാതെ കുറച്ച് കോർപ്പറേറ്റുകൾക്ക് രാജ്യം വിറ്റുതുലയ്ക്കാനല്ല. രാഹുൽ ഗാന്ധി ഓരോ തവണയും മുന്നറിയിപ്പ് നൽകുന്നത് ഈ നാടിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആ മുന്നറിയിപ്പുകൾ ഇനിയെങ്കിലും നമ്മൾ ഗൗരവമായി എടുക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറ നമ്മളോട് തന്നെ ചോദിക്കും, എല്ലാം തകർന്ന് തരിപ്പണമായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. ഈ കഞ്ഞികുടി മുട്ടിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ നമ്മൾ ശബ്ദമുയർത്തണം. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും പ്രശ്നമാണ്. ഈ സത്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മൾ കണ്ണു തുറന്നില്ലെങ്കിൽ ഈ രാജ്യം ഇനിയും വലിയ അപകടങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.